എന്താണ് ഈ സിറിഞ്ച് ലൈപ്പോസക്ഷൻ? നമ്മളുടെ കൂടെ പേഷ്യൻസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് തരം ലൈപ്പോസക്ഷനാണ് ചെയ്യുന്നത്? വേസറാണോ അതോ വേറെ വല്ലതും ആണോ? അങ്ങനെയൊക്കെ. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് സിറിഞ്ച് ലൈപ്പോസക്ഷൻ എന്നാണ്. അപ്പോൾ എന്താണ് ഈ സിറിഞ്ച് ലൈപ്പോസക്ഷൻ? സിറിഞ്ച് ലൈപ്പോസക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ സിറിഞ്ചസ് യൂസ് ചെയ്താണ് നമ്മൾ നെഗറ്റീവ് പ്രഷർ ജനറേറ്റ് ചെയ്ത് നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സാണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പ്രൊസീജിയറാണ്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ ഇൻസെഷൻ, മുറിവുകളെ ഏൽപ്പിച്ചിട്ട്, ചെറിയ ഇൻസെഷൻ എന്ന് പറഞ്ഞാൽ അതൊരു 1/2 സെൻറ്റിമീറ്റർ ചെറിയ ഇൻസെഷൻസ് ആയിരിക്കും. ഈ ചെറിയ ഇൻസെഷൻസിൽ കൂടെ നമ്മൾ കാനുലാസ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ വലിയൊരു ഏരിയയിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്യുകയാണ്. അപ്പോൾ കൊഴുപ്പ് നീക്കം ചെയ്താൽ എന്താണ് ഗുണം? കൊഴുപ്പ് നീക്കം ചെയ്താൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ഷേപ്പ്, ആകൃതി കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആകും, കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാകും. ഇതാണ് ലൈപ്പോസക്ഷൻ. അപ്പോൾ ലൈപ്പോസക്ഷൻ നമുക്ക് കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ചില ആസ്പെക്ട്സ് അതിൽ കോമൺ ആണ്. ഉദാഹരണത്തിന് നമ്മൾ ചെറിയ ഇൻസെഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, നമ്മൾ മറ്റേ അറ്റത്തിൽ നമ്മൾ നെഗറ്റീവ് പ്രഷർ ജനറേറ്റ് ചെയ്യും. പക്ഷേ അതല്ലാതെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് സിറിഞ്ച് ലൈപ്പോസക്ഷൻ. അപ്പോൾ സിറിഞ്ച് ലൈപ്പോസക്ഷനിൽ നമ്മൾ കാനുലാസിൻ്റെ മറ്റേ അറ്റത്ത് നമ്മളൊരു സിറിഞ്ചാണ് കണക്ട് ചെയ്യുന്നത്, പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വലിയ സിറിഞ്ചസ് ആണ്. നമ്മൾ സാധാരണ ആശുപത്രി കാണുന്ന 5 ml അല്ലെങ്കിൽ 10 ml സിറിഞ്ച് അല്ല, ഇതൊരു 60 ml ഒക്കെ ആയിട്ടുള്ള വലിയ ടൂമി സിറിഞ്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിറിഞ്ച് യൂസ് ചെയ്ത് നമ്മൾ നെഗറ്റീവ് പ്രഷർ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ കൊഴുപ്പിനെ ഈ സിറിഞ്ചിനകത്തോട്ട് ആസ്പിറേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ ഡിസ്കാർഡ് ചെയ്യും. ഇതാണ് സിറിഞ്ച് ലൈപ്പോസക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് ഇത്ര ഫേവേർഡ് ടെക്നീക്ക് എന്താണ്, നമുക്ക് അത് ഇത്ര അഡ്വാൻറ്റേജസ് ആയിട്ട് എന്തുകൊണ്ടാണ് തോന്നുന്നത്? അതിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിറിഞ്ച് ലൈപ്പോസക്ഷനിൽ നമുക്ക് പ്രിസൈസ്ലി മെഷർ ചെയ്യാൻ പറ്റും ഒരു ഭാഗത്തിൽ നിന്ന് നമ്മൾ എത്ര ഫാറ്റാണ് എടുക്കുന്നതെന്ന്. നമുക്കൊരു മാപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ റൈറ്റ് സൈഡ് ഈ ഭാഗത്ത് നിന്ന് 50 ml എടുത്തു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ 50 ml നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സിമെട്രി മാനേജ് ചെയ്യാൻ കുറേ കൂടെ എളുപ്പമാണ്. ചില പേഷ്യൻസിന് അസിമെട്രി കാണുമായിരിക്കും, ചിലപ്പം ഒരു ഭാഗത്തിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ലൈപ്പോസക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. സെക്കൻഡ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ വളരെ സിമ്പിളാണ്, അത്ര കോസ്റ്റ്ലി അല്ല. അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറേ കൂടെ കുറച്ച് വയ്ക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സിറിഞ്ച് ലൈപ്പോസക്ഷനിൽ നമുക്ക് നോയ്സ് ഇല്ല. നമ്മൾ യന്ത്രത്തിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് അത് കാരണം നമുക്ക് നോയ്സ് ഉണ്ടാവുന്നില്ല, സ്മോക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ ചെയ്യാൻ കുറേ കൂടെ എളുപ്പമാണ്. നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നേട്ടം എന്ന് പറഞ്ഞാൽ സിറിഞ്ച് ലൈപ്പോസക്ഷനിൽ ഈ കൊഴുപ്പിനെ നമ്മൾ സിറിഞ്ചസിനകത്തോട്ട് അതങ്ങ് ആസ്പിറേറ്റ് ചെയ്യുകയാണ്. ഈ കൊഴുപ്പിനെ നമുക്ക് അധികം പ്രോസസ്സ് ചെയ്യാതെ തന്നെ നമുക്ക് വീണ്ടും അതിനെ ഗ്രാഫ്റ്റായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് ഫാറ്റ് ഗ്രാഫ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം കോംപ്ലിക്കേറ്റഡ് ഇടയിൽ മെഷീനറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ആയിട്ട് ഈ പ്രൊസീജിയേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സിറിഞ്ച് ലൈപ്പോസക്ഷൻ്റെ അഡ്വാൻറ്റേജ്.